പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, വയറ് സ്തംഭനം ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മതിയിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നമുക്ക് ഗ്യാസ് അടുപ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തേക്ക് ഇത്രയും തന്നെ മതിയാവും. ഇത് നമുക്ക് ഇടികളിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ദഹനം പെട്ടെന്ന് നടക്കാനൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ഔഷധമാണ് കേട്ടോ. ഇഞ്ചി അതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഗ്യാസ് ട്രബിളും നെഞ്ചരിച്ചിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇനി ഈ ചതച്ചെടുത്ത ഇഞ്ചി നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചു കൂടെ എടുക്കണം. ഇഞ്ചിയിലെയും ചെറിയ ജീരകത്തിലെ ആ സത്തൊക്കെ നല്ലപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇതിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു ലൈറ്റ് കട്ടൻ ചായയുടെ ഒരു പരുവത്തിലുള്ളൊരു കളറായി വന്നിട്ടുണ്ടാവും. നമ്മൾ ഒഴിച്ചു കൊടുത്തതിൽ നിന്നും ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്കിത് വറ്റിച്ചെടുക്കണം. അതിനുശേഷം ചൂടോടുകൂടെ തന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ല ചൂട് ചായ കുടിക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കുറച്ചായിട്ട് കുടിച്ചാൽ മതി. ഒറ്റയടിക്ക് വലിച്ച് കുടിക്കരുത്. നല്ല ചൂടോടുകൂടെ തന്നെ കുറേശ്ശെ കുടിച്ച് തീർത്താൽ മതി. ഇതുപോലെ രാവിലെ വെറും വയറ്റിൽ ഒരു 5 ദിവസം നമുക്കിത് കുടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വയറൊക്കെ നല്ല പോലെ ക്ലീൻ ആവും. ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, വയറ് സ്തംഭനം ഇതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. പിന്നെ വയറ് പുകച്ചിൽ, വയറ്റിൽ പുണ്ണ്, അതുപോലെ അൾസർ ഇതൊക്കെ ഉള്ള ആളുകൾ ഈ ഡ്രിങ്ക് കുടിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.